ഗേൾസ് സർക്കിളിൻ്റെ മെഷർമെൻറ്റ് ഞാൻ ഓൾറെഡി പറഞ്ഞിട്ടുണ്ടായിരുന്നു. നമ്മളൊരു 3 ഇഞ്ച് അല്ലെങ്കിൽ 8 സെൻറ്റിമീറ്റർ എന്നുള്ള രീതിയിലാണ് പറഞ്ഞിട്ടുണ്ടായിരുന്നത്. അപ്പോൾ അതിൻ്റെ ഷെയ്ഡിങ് ചെയ്യുന്നതിന് വേണ്ടിയിട്ട് നിങ്ങൾക്ക് ടിഷ്യൂ പേപ്പറോ അല്ലെങ്കിൽ സ്റ്റമ്പിങ് സ്റ്റിക്കോ അല്ലെങ്കിൽ ബഡ്സോ യൂസ് ചെയ്തിട്ട് ചെയ്യാം കേട്ടോ. ഒന്ന് റോൾ ചെയ്തിട്ട് വേണം നമുക്ക്, അതായത് ടിഷ്യൂ ആണെങ്കിൽ ഒന്ന് റോൾ ചെയ്തിട്ട് വേണം ചെയ്യാനായിട്ട്. ഒരു റഫ് പേജിൽ ഒന്ന് ഇത് പെൻസിൽ ഒന്ന് സ്മഡ്ജ് ചെയ്യുക, ഒന്ന് റബ്ബ് ചെയ്തിട്ട് അതിൽ ടിഷ്യൂ റബ്ബ് ചെയ്തിട്ട് വേണം, അതായത് നല്ല കളറ് നമുക്ക് ഷാഡോ വേണ്ട കളറ് നന്നായിട്ടൊന്ന് സ്പ്രെഡ് ചെയ്തിട്ട് ടിഷ്യൂ വെച്ചിട്ട് അതൊന്ന് സ്മഡ്ജ് ചെയ്യുക. എന്നിട്ട് ചെയ്യുകയാണെങ്കിൽ നമുക്ക് അധികം മിസ്റ്റേക്ക് ഇല്ലാതെ ഷെയ്ഡിങ് ചെയ്യാൻ പറ്റും. അപ്പോൾ ലൈറ്റ് സോഴ്സ് ഓൾറെഡി ഞാൻ പറഞ്ഞ പോലെ റൈറ്റ് സൈഡ് ടോപ്പിൽ നിന്ന് എന്തെങ്കിലും ഒരു ലൈറ്റ് സോഴ്സിൻ്റെ ഒരു സിമ്പിൾ അവിടെ ആഡ് ചെയ്യുക. എന്നിട്ട് അതിനെ റേസ് ചെയ്തിട്ട് കൊടുത്താൽ ലൈറ്റാണെന്നുള്ളൊരു എഫക്റ്റ് ഫീൽ ചെയ്താൽ മതി കേട്ടോ. എന്നിട്ട് അവിടുന്ന് ഏറ്റവും ആ ടോപ്പിൽ കോർണറിലായിട്ടാണ് നമുക്ക് ലൈറ്റിൻ്റെ സോഴ്സ് ഉള്ളത്. അപ്പോൾ ആ ഒരു റൗണ്ട് ആദ്യം മാർക്ക് ചെയ്യുക. ആ ഒരു പെർഫെക്റ്റ് സ്പേസിലാണ് ലൈറ്റിംഗ് വരുന്നത്. ബാക്കിയുള്ള പോർഷൻ നമ്മൾ ആ ഒരു ഷെയ്ഡ് വെച്ചിട്ട് ആഡ് ചെയ്യുക. ഫുള്ള് ഷെയ്ഡ് ചെയ്ത് കൊടുക്കുക. ആ ഒരു പേപ്പർ വെച്ചിട്ട് തന്നെ ഫുള്ള് ഒറ്റ ടോണിൽ, അതാണ് ഫസ്റ്റ് ടോൺ നമ്മുടെ വരുന്നത്. റിഫ്ലക്ഷൻ കഴിഞ്ഞ് ഫസ്റ്റ് ടോൺ വരുന്നത്. നമുക്ക് ഷാഡോ ഒരു ഓവൽ ഷേപ്പിലാണ് ഞാൻ ആഡ് ചെയ്ത് കൊടുക്കുന്നത്. ഒരു ഓവൽ ഷേപ്പിൽ ഷാഡോ ഇപ്പോൾ ഞാൻ അവിടെ ആഡ് ചെയ്തിട്ടിട്ടുണ്ട്. അപ്പോൾ അത് അത്ര ഡീപ്പ് ലൈനൊന്നും ഇട്ട് കൊടുക്കരുത്. ആ ഒരു ലൈൻ ശരിക്കും നമുക്കവിടെ ഫീൽ ചെയ്യരുത്. ഒരു സ്മഡ്ജഡ് എഫക്റ്റാണ്. അപ്പോൾ ആ ലൈനായിട്ടുണ്ടെങ്കിൽ അത് കുറച്ചൊന്ന് റബ്ബ് ചെയ്ത് കൊടുത്തിട്ട് നമുക്ക് മാത്രം വിസിബിൾ ആവുന്ന രീതിയിൽ ഒരു ഓവൽ ഷേപ്പ് പൊസിഷൻ കറക്റ്റായിട്ട് ഞാൻ അവിടെ കാണിച്ചിട്ടുണ്ട്. വീണ്ടും നമ്മൾ ആ ഒരു കളർ സ്മഡ്ജ് ചെയ്ത് ടിഷ്യൂ പേപ്പർ വെച്ചിട്ട് ഒന്ന് റബ്ബ് ചെയ്ത് കൊടുക്കുക ആ ഒരു ഓവൽ ഷേപ്പിൽ. അപ്പം നമുക്ക് സ്പേസിങ് രണ്ടും കിട്ടി. നന്നായിട്ട് ഒന്നുകൂടെ ഒന്ന് കളർ ആഡ് ചെയ്തിട്ട് വീണ്ടും ഒന്ന് ഷാഡോയുടെ പോർഷനിൽ, അപ്പം നമുക്കൊരു സെക്കൻഡ് ഡെപ്ത്ത് കിട്ടും. കണ്ടോ, നമുക്ക് ഈസി ആയിട്ട് ചെയ്ത് തീർക്കാൻ പറ്റും. ടിഷ്യൂ ആണെങ്കിൽ നന്നായിട്ട് എനിക്കിപ്പോൾ കുറച്ചൊന്ന് സൈഡിലേക്ക് ഓവൽ കഴിഞ്ഞിട്ടൊന്ന് സ്മഡ്ജ് ആയിട്ടുണ്ട്. അപ്പോൾ ഞാൻ അവിടെ ഒന്ന് റബ്ബ് ചെയ്തൊന്ന് കറക്റ്റ് ചെയ്യണം കേട്ടോ. ആ ഓവൽ ഷേപ്പിൽ തന്നെ അതൊന്ന് കറക്റ്റ് ചെയ്യണേ. ഷാഡോ ഞാനിപ്പോൾ ഒരു 2 ലെവലിൽ ഇങ്ങനെ ജസ്റ്റ് ഇട്ട് വെച്ചിട്ടുണ്ട്, 2 ഷെയ്ഡിങ് എന്നുള്ള രീതിയിൽ. അപ്പോൾ ആ ഒരു സെക്കൻഡ് ടോണിനായിട്ട് ഞാൻ വീണ്ടും നന്നായിട്ടൊന്ന് കളർ ആഡ് ചെയ്തിട്ട്, പെൻസിൽ കളർ ആഡ് ചെയ്തിട്ട് ടിഷ്യൂ അതിൽ സ്മഡ്ജ് ചെയ്ത് ഒന്ന് റബ്ബ് ചെയ്ത് ഞാൻ വീണ്ടും ഈ ഒരു ഷാഡോ പാർട്ടിൽ ചെറിയൊരു ഡെപ്ത്ത് കൂടുതലായിട്ട് കൊടുക്കുകയാണ്. ഇനി ഈ ഒരു ഡെപ്ത്ത് കൂടുതൽ എടുത്തിരിക്കുന്ന ആ പോർഷൻ ഇതിൻ്റെ മിഡിലായിട്ട് ആ ഷെയ്ഡിങ് വന്നിരിക്കുന്നതിൻ്റെ ഫസ്റ്റ് ടോൺ വന്നിരിക്കുന്നതിൻ്റെ ലൈറ്റ് എഫക്റ്റ് കഴിഞ്ഞിട്ട് ഞാനൊരു ഫസ്റ്റ് ടോൺ കൊടുത്തിട്ടുണ്ട്. അതിൻ്റെ മിഡിലായിട്ട് ആഡ് ചെയ്തിട്ട് ഞാനൊന്ന് റബ്ബ് ചെയ്യണം. ഈ ഷാഡോയുടെ എഡ്ജ് നമുക്ക് ശരിക്കും ഇങ്ങനെ വാനിഷായി പോണ പോലെ ഉണ്ടാവേണ്ടത്. അതുകൊണ്ട് ഞാനൊരു ഫ്രഷ് ടിഷ്യൂ വെച്ചിട്ട് അതൊന്ന് സ്മഡ്ജ് ചെയ്തിട്ടു കേട്ടോ. ഇനി ഞാൻ കുറച്ച് ഡെപ്ത്ത് കൂടുതൽ കൊടുക്കുകയാണ്. ഡെപ്ത്ത് കൂടുതൽ കൊടുക്കുന്ന ഭാഗം ഷാഡോ കോറാണ്. അപ്പോൾ ഷാഡോ കോറിന് വേണ്ടിയിട്ട് ഞാൻ ആ ഷെയ്ഡിങ് ചെയ്ത പോർഷൻ ഒരു ഹാഫ് ടോണിൻ്റെ ഒരു മിഡ് ഞാൻ കൊടുത്തിട്ടുണ്ട്, ഒരു ലൈനിങ്. അതിൻ്റെ മിഡിലായിട്ടാണ് ഞാൻ ഈ ഷാഡോ കോറ് ക്രിയേറ്റ് ചെയ്യാൻ പോണത്. ഞാൻ ഷാഡോ കോറിന് വേണ്ടിയിട്ട് ഡെപ്ത്ത്, നിങ്ങൾ ഷാഡോ കോറ് ക്രിയേറ്റ് ചെയ്യുന്ന സമയത്ത് നല്ല ഡീപ്പസ്റ്റ് പെൻസിൽ യൂസ് ചെയ്യുക കേട്ടോ. ഞാനിപ്പോൾ 4B യൂസ് ചെയ്തിട്ട് തന്നെ നല്ല ഡെപ്ത്ത് ഉണ്ട് കണ്ടോ. എന്നിട്ട് അതിൻ്റെ എഡ്ജസ്സാണ് നമ്മൾ സ്മഡ്ജ് ചെയ്ത് കൊടുക്കേണ്ടത്. എഡ്ജസ് സ്മഡ്ജ് ചെയ്ത് കൊടുക്കുക. മിഡിലേക്ക് അധികം സ്മഡ്ജ് ചെയ്യേണ്ട, ആ കളർ അവിടെ നിന്ന് സ്പ്രെഡായി പോകും. അപ്പോൾ അതിൻ്റെ എഡ്ജസ്, ഇപ്പം ബോട്ടം എഡ്ജും ടോപ്പ് എഡ്ജും ഞാൻ സ്മഡ്ജ് ചെയ്യണത് നിങ്ങൾക്ക് നന്നായിട്ട് കാണാൻ പറ്റുന്നുണ്ടാവും. അങ്ങനെ സ്മഡ്ജ് ചെയ്ത് ക്ലിയറായിട്ട് കൊടുക്കുക. അപ്പം ഞാൻ അയച്ച റെഫറൻസ് ഇമേജും കൂടെ ഒന്ന് വെക്കുക കേട്ടോ. ഇനി നമുക്ക് ഡെപ്ത്ത് കൂടുതൽ വരുന്നത് ഷാഡോ ഏരിയയിലാണ്. അപ്പോൾ നമ്മൾ ആ ലൈൻ ഒന്ന് കറക്റ്റ് ചെയ്യുക. നമുക്കിപ്പോൾ ആ റിഫ്ലക്ഷനൊക്കെ ചെറുതായിട്ട് ഓൾറെഡി ബേസ് റിഫ്ലക്ഷൻ എന്ന് ഞാൻ പറഞ്ഞില്ലേ നിങ്ങളോട്, റിഫ്ലക്റ്റഡ് ലൈറ്റ് അടിയിൽ വരുന്നത്, അതൊക്കെ കറക്റ്റായിട്ട് വന്നിട്ടുണ്ട്. ഇനി നമുക്ക് ഷാഡോ ചെയ്യാം. അപ്പം നമുക്ക് ഏറ്റവും ഡീപ്പസ്റ്റ് ഷാഡോ എന്ന് പറയുന്നത് ആക്സെൻ്റാണ് ഞാനിപ്പോൾ ഡീപ്പായിട്ട് നേരിട്ട് പെൻസിൽ വെച്ച് തന്നെ ആഡ് ചെയ്യണം. അപ്പോൾ അതിൻ്റെ ബോഡിയോട്, അതായത് നമ്മുടെ സർക്കിളിൻ്റെ ബോഡിയോട് ചേർന്ന് കളർ ചെയ്യാം. ആ ഒരു ഷേപ്പിനനുസരിച്ച് ലൈൻ ചെയ്തിട്ട് ആ ഷെയ്ഡിങ്ങിനെ സൈഡിലേക്ക് ഓവൽ ഷേപ്പിൽ സ്പ്രെഡ് ചെയ്യുക. ശരിക്കും ഒരു ബുൾസൈ പോലെ
ഔട്ടറിൽ കൂടെ നിങ്ങൾക്കൊരു ചെറിയ ഷെയ്ഡിങ് കാണാം ഷാഡോയുടെ പാർട്ടിൽ. എന്നിട്ട് അതിൻ്റെ ഉള്ളിൽ വീണ്ടും ഞാനൊരു ചെറിയ ഓവൽ ഷേപ്പ് കൊടുത്തിട്ട് ഡീപ്പാക്കിയിട്ടുണ്ട്. ഞാൻ എന്നിട്ട് സ്മഡ്ജ് ചെയ്തിടും. അതിൻ്റെ എഡ്ജ് ഇങ്ങനെ ലൈൻ പോലെ വരാതിരിക്കാനായിട്ടൊന്ന് നമുക്ക് വേണമെങ്കിൽ സ്മഡ്ജ് ചെയ്ത് കൊടുക്കാം. കണ്ട, ആ ഡീപ്പസ്റ്റ് ടോൺ നന്നായിട്ട് ആഡ് ചെയ്ത് കൊടുക്കുക. എന്നിട്ട് ഞാൻ ആ ലൈൻ പോലെ വരാതിരിക്കാൻ വേണ്ടിയിട്ട് ഒന്ന് സ്മഡ്ജ് ചെയ്ത് കൊടുക്കുകയാണ്. ഷാഡോയിൽ അങ്ങനെ നമുക്ക് ആ ലൈൻ പോലെ കിടക്കേണ്ട ആവശ്യമില്ല. അപ്പം ഞാൻ അതൊന്ന് സ്മഡ്ജ് ചെയ്തിട്ട് ആ ഷേപ്പിനനുസരിച്ചാട്ടോ, ഒരു ഓവൽ ഷേപ്പിനനുസരിച്ചിട്ടാണ് ഞാൻ സ്മഡ്ജ് ചെയ്യുന്നത്. ഒബ്ജക്റ്റിൻ്റെ ബോഡിയിലാണെങ്കിലും ആ റൗണ്ട് ഷേപ്പിനനുസരിച്ചിട്ടാണ് സ്മഡ്ജ് ചെയ്യുന്നത്. ഞാനിപ്പോൾ ആ ഹൈ റിഫ്ലക്ഷൻ ലൈറ്റ് നമുക്കിനിയിപ്പോൾ അവിടുന്ന് മിസ്സായി പോയിട്ടുണ്ടെങ്കിൽ അതൊന്ന് റൗണ്ട് ചെയ്ത് കറക്റ്റ് ചെയ്ത് എടുക്കുക. നമ്മുടെ ഹൈലൈറ്റഡ് ഏരിയ ഇല്ലേ, ഹൈലൈറ്റ് ഒന്നുകൂടെ റൗണ്ട് ചെയ്ത് അവിടെ ആ വൈറ്റായിട്ട് എടുക്കുക. അതേപോലെ തന്നെ റിഫ്ലക്റ്റഡ് ലൈറ്റ് വരുന്ന ഏരിയ, അത് ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു. നമ്മളിപ്പോൾ ഒരു ബേസിൽ വെക്കുന്നത്, ഒരു ഫ്ലോറിലാണ് വെക്കുന്നത്, ഫ്ലോർ ഇപ്പം റെഡ് കളറോ യെല്ലോ കളറോ ആണെങ്കിൽ ആ ഒരു കളറായിരിക്കും അവിടെ റിഫ്ലക്റ്റഡ് ലൈറ്റിലേക്കായിട്ട് വരുന്നത്. ഇനി എഡ്ജസൊക്കെ ഒന്ന് ലൈൻ ചെയ്ത് കറക്റ്റ് ചെയ്ത് കൊടുക്കുക. ആ ഒരു ഷേപ്പ് ഒന്ന് കറക്റ്റ് ചെയ്തെടുക്കുക കേട്ടോ. നമുക്ക് ലൈറ്റ് കിട്ടി, ഹൈലൈറ്റ് ഏരിയ, ലൈറ്റ്, ഹാഫ് ടോൺ, ഷാഡോ കോർ, ഷാഡോ കിട്ടി, റിഫ്ലക്റ്റഡ് ലൈറ്റ് കിട്ടി, ആക്സെൻ്റ്, കാസ്റ്റ് ഷാഡോ കിട്ടി. ആ ഷാഡോ ഏരിയ ഫുള്ളായിട്ട് നമുക്ക് കിട്ടിയിട്ടുണ്ട്. ഇപ്പം നമ്മുടെ ഓൾമോസ്റ്റ് ഫിനിഷ്ഡ് ആയിട്ടുണ്ട്. അപ്പം നമുക്കിനി ഇത് മാർക്ക് ചെയ്യാം, എവിടെയൊക്കെയാണ് എന്തൊക്കെ ഏരിയാസാണ് വരുന്നതെന്നുള്ളത് മാർക്ക് ചെയ്യാം. ഇതിലാദ്യം നമുക്ക് വരുന്നത് ഹൈലൈറ്റഡ് ഏരിയ. അത് നമുക്കറിയാലോ, ആ കോർണറിലായിട്ട് ഒരു റൗണ്ടിൽ നമ്മൾ ഹൈലൈറ്റഡ് ഏരിയ കൊടുത്തിട്ടുണ്ട്, അത് മാർക്ക് ചെയ്തു. നെക്സ്റ്റ് ലൈറ്റാണ്, ഹൈലൈറ്ററിൻ്റെ തൊട്ട് സൈഡിലായിട്ട് ലൈറ്റ് വരും, അത് മാർക്ക് ചെയ്തു. നെക്സ്റ്റ് വരുന്നത് ഹാഫ് ടോൺ ആണ്, ഷാഡോ കോറിൻ്റെ ഡീപ്പ് ടോണിൻ്റെ തൊട്ട് അടുത്തായിട്ട്. ഇനി നമുക്ക് ഷാഡോ കോറാണ്, ഏറ്റവും ഡീപ്പസ്റ്റ് ഷെയ്ഡിങ് വരുന്നത് ആ ഏരിയയിലാണ്. ആ ഡീപ്പ് ടോൺ നമ്മൾ ഷാഡോ കോറിന് കൊടുത്തു. ഇനി നമുക്ക് തൊട്ട് താഴെയായിട്ട് ഷാഡോയാണ്, ഷാഡോ കോറ് കഴിഞ്ഞിട്ട് വരുന്ന ഡീപ്പ് ടോണാണത്. ആ ഷാഡോ ഇങ്ങനെ സ്പ്രെഡ് ചെയ്തിട്ട് റിഫ്ലക്റ്റഡ് ലൈറ്റ് വരെ എത്തും. ആ റിഫ്ലക്റ്റഡ് ലൈറ്റ് നമുക്ക് ഇൻ കേസ് അവിടെ മാസ്ക് ആയി പോയിട്ടുണ്ടെങ്കിൽ നമ്മളൊന്ന് റബ്ബ് ചെയ്തിട്ട് ആ ഒരു ലൈറ്റ് കൊടുത്താൽ ശരിക്കും നമുക്ക് ആ ഒരു റൗണ്ട് ഫീല് കിട്ടും കേട്ടോ. ഷാഡോ കുറച്ചുകൂടെ ഒന്ന് ആക്സെൻറ്റ് കുറച്ചുകൂടെ ഡീപ്പാക്കി കൊടുത്തിട്ട് ആക്സെൻറ്റ് മാർക്ക് ചെയ്യുക. അത് കഴിഞ്ഞാൽ നമുക്ക് വരുന്നത് കാസ്റ്റ് ഷാഡോയാണ്. അതിങ്ങനെ സ്പ്രെഡായിട്ട് കിടക്കും, ഫ്ലോറിൽ മെർജായി കിടക്കും. നമുക്ക് ഈ ആക്സെൻറ്റും കാസ്റ്റ് ഷാഡോയാണ് ഷാഡോ ഏരിയ വരുന്നതെന്നുള്ളത് ഞാൻ മാർക്ക് ചെയ്തിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഇത് ഒരു 3 hours ഉള്ളിൽ എനിക്ക് ചെയ്ത് അയക്കാം. കൺഫ്യൂഷൻ ഒന്നും ഉണ്ടാവില്ല എന്ന് വിചാരിക്കുന്നു. പിക്ചർ ഞാൻ ഓൾറെഡി ഇട്ടിട്ടുണ്ട്, അപ്പോൾ അത് നോക്കി ചെയ്യാം.